തിരുവാതിരയ്ക്കല്ലേ നമുക്ക് തിരുവാതിരപ്പുഴുക്കൻ കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും തിരുവാതിരപ്പുഴുക്കും കഞ്ഞിയൊക്കെ ഞാനാണ് ഉണ്ടാക്കുന്നത്. ഒരിക്കലല്ല കേട്ടോ, ഇത് ഉണ്ടാക്കുന്ന ചേച്ചിയാണേ. അപ്പോൾ ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങി ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ആ ചേച്ചി അത്യാവശ്യം പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഭ്രൂണം കിടന്നുറങ്ങുന്ന കിടപ്പ് കണ്ടോ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പുകളാട്ടോ. അപ്പം അതിൽ കപ്പയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, പിന്നെ കൂർക്കയുണ്ട്, ചെറുകിഴങ്ങുണ്ട്, പിന്നെ പച്ചക്കായ, വൻപയർ, ഇതെല്ലാം കൂടി സെറ്റാക്കിയാണ് തിരുവാതിരപ്പുഴുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കത്തി നോക്കിയിട്ട് കിട്ടുന്നില്ല കേട്ടോ, മൂർച്ചയുള്ള കത്തിയൊന്നും അവിടെ ഇല്ല. പിന്നെ ഞാനെടുത്ത കത്തിയാണെങ്കിൽ അതിന് ആ കത്തി കൊണ്ടൊന്ന് മുറിച്ചാൽ നമുക്ക് ഇക്കിളിയാകും, ആ മാതിരി ഒരു കത്തി. എന്നാലും ഞാൻ വിചാരിച്ചു ചുരണ്ടി കൊടുക്കാൻ, ചേച്ചി തരിഞ്ഞെടുക്കട്ടെ. ഞാനിപ്പോൾ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ചേച്ചി നല്ല സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും കേട്ടോ. പിന്നെ ഒരു രസം. അങ്ങനെ അതെല്ലാം ഞങ്ങളവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അരിഞ്ഞ് പെറുക്കിയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ സംഭവം അരിഞ്ഞ് പെറുക്കി എടുത്തപ്പോഴേക്കും ഒരു വലിയൊരു ഉരുളി മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടി ഇനി വൻപയറൊക്കെ ചേരുമല്ലോ. പച്ചക്കായ അരിഞ്ഞിട്ടില്ല നമ്മൾ, അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇത്രയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അരിഞ്ഞ് പെറുക്കി കഴുകിയൊക്കെ എടുത്തു, കാരണം ഇതിലൊക്കെ മണ്ണുണ്ടാവും. നന്നായിട്ട് കഴുകി വാരിയൊക്കെ എടുത്തു. പിന്നെ അരിഞ്ഞതും പിന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത ചേച്ചി തന്നെയാണ് കേട്ടോ. ഞാനവിടെ ചാരിന്ന് വർത്താനം പറഞ്ഞ് നിന്നതൊക്കെ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നല്ല സ്ക്വയറായിട്ട് ചേച്ചിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തു. അതിനിടയിൽ നമ്മുടെ ഗോതമ്പ് കഞ്ഞിയും കുക്കറിൽ ഗോതമ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇത് നമുക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ടാണ്. അപ്പോൾ ചേച്ചിയോട് ഓഫീസിലും കൊണ്ടുപോയി കൊടുക്കും, പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് പേർക്കൊക്കെ കൊടുക്കും കേട്ടോ. അല്ലാണ്ട് നമ്മൾ മാത്രം ഇതെങ്ങനെ കഴിച്ചു തീർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാനവിടെ പിന്നെ നിന്ന് വർത്താനം പറഞ്ഞൊക്കെ നിന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേച്ചി ചെറപറാന്ന് പറഞ്ഞ് അരിഞ്ഞ് അടുപ്പത്തോട്ട് വെക്കാനായിട്ടുള്ള പരിപാടികളിലോട്ട് കിടക്കുന്നു. ഞാനവിടെ നിന്ന് ചേച്ചി ഇങ്ങോട്ടും പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ടും പറയുന്നുണ്ട്, എന്തൊക്കെയോ ഞങ്ങളിങ്ങനെ പറഞ്ഞൊക്കെ നിൽക്കുവാണേ. അപ്പം ഞാനങ്ങനെ റെഗുലറായിട്ട് തിരുവാതിര നൊയമ്പൊന്നും എടുക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. എനിക്കിതിനെപ്പറ്റി വലിയ ഗ്രാഹ്യവുമില്ല. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ കെട്ടി വന്നത് പിന്നെ ഇവിടെയൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ എടുക്കാറൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്കിതെല്ലാം ടേസ്റ്റ് ചെയ്യാനും കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ നമുക്ക് വല്ലപ്പോഴും അല്ലേ ഇതൊക്കെ കഴിക്കാൻ പറ്റില്ല, എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുന്ന സാധനമൊന്നും അല്ലല്ലോ. അപ്പോൾ അതാ കഴുകി എല്ലാം റെഡിയാക്കി സെറ്റാക്കി എടുത്തു. ഇനി നമുക്കത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർത്ത് വേവിച്ചെടുത്തിട്ട് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ലാസ്റ്റ് കറിവേപ്പിലയും വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിങ്ങ് എടുക്കും കേട്ടോ. അപ്പോൾ അത് വെന്ത് ഉടയ്ക്കണം കേട്ടോ. ചിലപ്പോൾ കപ്പ ശരിക്കും വെന്തില്ലെങ്കിൽ പണി കിട്ടും, പിന്നെ ചേന ശരിക്കും വെന്തില്ലെങ്കിലും പണി കിട്ടും. നമുക്കത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാത്ത പോലെ കിടക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് അരച്ച് ചേർക്കാനുള്ള തേങ്ങയെല്ലാം പൊട്ടിച്ചെടുത്തു. നമ്മളതെല്ലാം അങ്ങ് ചുരണ്ടി റെഡിയാക്കി പടുപ്പത്ത് കിടന്ന് ഇങ്ങനെ ഗുളുഗുളുന്ന് പറഞ്ഞിങ്ങനെ വെന്തോണ്ടിരിക്കുവാണ് ഈ സംഭവം. അങ്ങനെ തേങ്ങ ചുരണ്ടി കൊടുത്ത് തേങ്ങാ വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാനെടുത്ത് കുടിച്ച് വേവുന്ന എല്ലാം നോക്കി അങ്ങ് നിൽക്കുവാണേ. അപ്പോൾ വെന്തു ഒരുവിധമായി, മുക്കാലല്ല ഒരു 90% ഒക്കെ സെറ്റായി വന്നു. അങ്ങനെ വൻപയർ സെപ്പറേറ്റ് ഇട്ട് വേവിച്ചെടുത്തതാണ്. അങ്ങനെ അതെല്ലാം തട്ടിയിട്ടു. അരപ്പൊക്കെ ചേർത്ത് നമ്മൾ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ തൂകി
അടിപൊളിയാക്കി എടുത്ത് കേട്ടോ. എന്നാ മണമായിരുന്നു എന്നറിയാവോ? അപ്പം നമ്മളിതിൽ അരപ്പിൽ ചേർക്കുന്നത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിനും കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കും കേട്ടോ. ഇതെല്ലാം കൂടി ഈ വെന്ത് ഉടഞ്ഞിരിക്കുന്ന ഈ കിഴങ്ങ് വർഗ്ഗങ്ങളിലോട്ടും കൂടി ചേർത്ത് ഉടച്ച് കുത്തിയും കൂടെ എടുക്കണം. ലാസ്റ്റ് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി തൂക്കി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, എൻ്റെ പൊന്നെ പറയാൻ നമുക്ക് വെറുതെ കഴിക്കാം കേട്ടോ. പക്ഷെ നമുക്ക് ഇത്രയും കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ മേടിച്ച് അരിഞ്ഞ് കൂട്ടിയെടുക്കുന്ന ഒരു കാര്യം ഓർക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ തേങ്ങ ചതയ്ക്കുന്ന തിരക്കിലാണ് കേട്ടോ. പിന്നെ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കണ്ടോ, ഇളക്കി ആവിക്കൊക്കെ എന്നാ മണമാണെന്നറിയാമോ? ഇതാട്ടോ അതിൻ്റെ ഒരു പരുവം. അപ്പം ഞങ്ങൾ അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഇച്ചിരി എനിക്ക് തന്നു കേട്ടോ. എനിക്ക് തന്നപ്പോഴേക്കും അതിൽ കാച്ചിലല്ല സോറി, ചേന അല്പം വേവാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും കൂടി കുറച്ചുകൂടി നേരം കൂടി ഒന്ന് വേവിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ കറിവേപ്പിലയും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. അടിപൊളി. അതിനിടയിൽ കുഞ്ഞൻ വന്നിട്ട് കളിക്കാൻ പോകണേ എന്തോ കാര്യം പറഞ്ഞ് അവൻ്റെ അമ്മയെ സോപ്പിടുവാണേ. അങ്ങനെ പിന്നെ ഏകദേശം 1:30-2 മണിയൊക്കെ ആവാറ് കേട്ടോ. അവൻ വേഗം തന്നെ ഫുഡ് കഴിച്ചു, വേഗം തന്നെ അവിടെ നിന്ന് കളിക്കാൻ വേണ്ടി സ്ഥലം വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗോതമ്പ് കഞ്ഞിയും തിരുവാതിരപ്പുഴുക്കും ഒക്കെ കഴിച്ച് അവിടെ ഇരുന്ന് നോക്കി താട്ടോ സംഭവം. തിരുവാതിരപ്പുഴുക്കും ഗോതമ്പ് കഞ്ഞിയും നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ സാധനം. ഈ കിഴങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. തിരുവാതിരയ്ക്ക് തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ, നമുക്ക് എപ്പോഴാണല്ലോ ഉണ്ടാക്കാമല്ലോ. പക്ഷേ പറയാമോയെന്നറിയില്ല, ഞാനൊരു നോൺ വെജ് ഇഷ്ടക്കാരി ആയതുകൊണ്ട് ഒരിച്ചിരി നോൺ വെജിൻ്റെ സംഭവമൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. പക്ഷേ തിരുവാതിരയ്ക്ക് ഇപ്പോൾ നമുക്കതൊന്നും പറ്റില്ലല്ലോ. പക്ഷേ അടിപൊളി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അതൊക്കെ ഇരുന്ന് കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും എൻ്റെ വ്ളോഗിന് കമൻറ്റൊക്കെ ഇടണം കേട്ടോ. എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറയുകയും കൂടി ചെയ്യണേ നിങ്ങൾ കാണുന്നവരാരെങ്കിലും. അപ്പം ടാറ്റാ, ബൈ ബൈ.